ടൈനി ചാമ്പേഴ്സ് ഓഫ് ലൈഫ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽസിനെ കുറിച്ചിട്ടാണ്. അതായത് സെൽസ് എന്ന് പറഞ്ഞാൽ കോശങ്ങൾ. അപ്പോൾ കോശങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോശങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ഈ ഒരു ഫിഗർ 2 പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഈ പിക്ചേഴ്സ് കൊടുത്തിട്ട് ഇവർ നമ്മളോട് ചോദിക്കുകയാണ്, ഡു യു ലവ് ടു പ്ലേ വിത്ത് ടോയ് ഹൗസസ്? നിങ്ങൾക്ക് ടോയ് ഹൗസസ് വെച്ചിട്ട് കളിക്കാൻ ഇഷ്ടമാണോ? ഈസ് ഇറ്റ് ഫൺ ടു ബിൽഡ് എ ടോയ് ഹൗസ്? ടോയ് ഹൗസ് വെച്ചിട്ട് ടോയ്സ് വെച്ചിട്ട് കളിക്കുന്നത് നല്ല രസകരമായ കാര്യമല്ലേ? അല്ലേ? നല്ല രസകരമായ കാര്യമാണ് ടോയ്സ് വെച്ച് പിന്നെ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് ടോയ് ഹൗസ് ഉണ്ടാക്കുന്നതൊക്കെ നല്ല രസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഡോണ്ട് യു മേക്ക് യൂസ് ഓഫ് മെനി മെറ്റീരിയൽ അറൗണ്ട് us ടു മേക്ക് ടോയ് ഹൗസസ് ആൻഡ് ടോയ്സ്? ടോയ് ഹൗസസും ടോയ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറേ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടോയ് ഹൗസസും അതുപോലെ തന്നെ ടോയ്സൊക്കെ ഉണ്ടാക്കാറുണ്ട്. വി ഹാവ് ഒബ്സർവ്ഡ് വേരിയസ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഗോയിങ് അറൗണ്ട് us. നമുക്ക് ചുറ്റും നടക്കുന്ന വേരിയസ്, അതായത് വ്യത്യസ്തമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്, നമ്മൾ നിരീക്ഷിക്കാറുണ്ട്. ഏതൊക്കെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസാണ് നമ്മൾ നിരീക്ഷിക്കാറ്? അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? ബിൽഡിംഗ് പണിയുന്നുണ്ട്, മതിൽ പണിയുന്നുണ്ട്, അങ്ങനെ കുറേ വീട് പണിയുന്നുണ്ട്, ഇങ്ങനെ കുറേ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ? ഒരു മതിൽ പണിയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ചെറിയ കുറേ കല്ലുകൾ അടക്കി വെച്ചിട്ടാണ് എന്ത് പണിയുക? മതിൽ പണിയുക. അങ്ങനെ കുറേ കല്ലുകൾ അടക്കി വെച്ചിട്ട് എന്ത് ചെയ്യും? മതിൽ പണിയും. അങ്ങനെ മതിൽ പണി നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം നമുക്ക് മനസ്സിലാക്കി തരാണ്, ഈ മതിൽ പണിയാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കല്ലുകളാണ് അടക്കി വെക്കുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ശരീരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ യൂണിറ്റ്സ്, ചെറിയ ചെറിയ ഘടകങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട്. ആ ഘടകങ്ങളെയാണ് നമ്മൾ സെല്ല് എന്ന് പറയുന്നത്. അതാണ് ഈ ചാപ്റ്ററിൽ വിശദീകരിക്കാൻ പോകുന്നത്. എന്താണ് സെല്ല്? അതായത് ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഓർഗാനിസത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ബേസിക് യൂണിറ്റാണ് എന്ത്? സെല്ല്. അടിസ്ഥാന ഘടകം, അതാണ് ബേസിക് യൂണിറ്റ്. അപ്പം ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തെ നിർമ്മിച്ചിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? സെൽസ് വെച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഇറ്റ് ഈസ് ദി ബേസിക് യൂണിറ്റ് ഓഫ് ദി ഓർഗാനിസം. സെൽസ്. അവർ ബോഡി ഈസ് ബിൽഡപ്പ് ഓഫ് ബേസിക് യൂണിറ്റ്സ് കോൾഡ് സെൽസ്. നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് എന്ത്? സെൽസ് അഥവാ കോശങ്ങൾ. ദേ ആർ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. എല്ലാ ജീവജാലങ്ങളുടെയും ബേസിക് യൂണിറ്റാണ് സെൽസ്. ദി ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡപ്പ് ഓഫ് മില്യൺസ് ഓഫ് സെൽസ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് മില്യൺസ് ഓഫ് കോശങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. മില്യൺ കണക്കിന് കോശങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ദർ ആർ മെനി സ്മോൾ ആൻഡ് ലാർജ് ഓർഗാനിസം അറൗണ്ട് us. നമുക്ക് ചുറ്റും ചെറുതും വലുതുമായിട്ടുള്ള കുറേ ജീവജാലങ്ങൾ ഉണ്ട്. ഇവയെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെൽസ് വെച്ചിട്ടാണ്.